ഈ വെയിലത്ത് എന്തോ പരിപാടി? വെയിലത്ത് നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കൂട് തട്ടുവാണ്. വേണ്ടേ കൊറേ നേരമായിട്ട് ഞാൻ ഗബ്രൂട്ടനെ ഉറക്കുമായിരുന്നു. ഇപ്പളാ ഇറങ്ങി വന്നേ. ഉച്ചയായി. ഉറക്കപ്പറ ഉറക്കപ്പറ. ഇതിവിടെ നമ്മുടെ എന്താ ഇത് നമ്മുടെ ഇവിടെ ഇരുന്ന പഴയ കൂടാണ്. അപ്പോഴാണെങ്കിൽ ഇത് ഒരു തട്ട് ഇനി ഇതേ ഹൈറ്റിലും വീതിയിലും മേളോട്ട് ഒരു തട്ടും കൂടെ കൊടുക്കാൻ, അങ്ങനെ 2 തട്ടിന്റെ ഒരെണ്ണം ഉണ്ടാക്കാനാണ് ഇപ്പൊ നോക്കുന്നത്. എത്ര എണ്ണം ഇടാൻ പറ്റും? അതിനകത്ത് ഏകദേശം ഒരു 70-80 കോഴിയോളം ഇടാൻ പറ്റും. പിന്നെ ഇതിന്റെ തന്നെ ഒരു 3 തട്ട് വരുന്നതും കൂടെ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇത് 3 തട്ടാക്കി കഴിഞ്ഞാൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, പൊക്കിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തൽക്കാലം 2 അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി ചെയ്യത്തില്ല, ബാക്കി ചെയ്യണം. ഷീറ്റൊക്കെ അടിക്കുന്നത് അവിടെ ചെന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് അടിക്കാന്ന് വിചാരിച്ചിന് കുറെ കൂടുകൾ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദാണ്ട അതിന്റെ എന്തുവായിരുന്നു, കമ്പി അല്ലേ, കമ്പി വല നെറ്റ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാസിക്ക് നോമ്പായതുകൊണ്ട്, അല്ലെ നാസിയും കണ്ടേനെ. നാസിക്ക് നോമ്പായതുകൊണ്ട് നാസി ഇല്ലാത്തത്. അപ്പം ഞാൻ അപ്പുറത്ത് നിന്നിട്ട് കാണിച്ചു തരാവേ. അപ്പം ഇതാണ് സംഭവം കേട്ടോ. പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, എന്താണ് ഇവന്റെ ജോലി, ഇവന് ജോലിയും കൂലി ഇല്ലേ, മേലനങ്ങാൻ വയ്യാണ്ടിരിക്കുവാണോ? വയ്യ ഇപ്പോഴും. രാവിലെയും കൂടെ മരുന്ന് രാവിലെ വയ്യാണ്ട് കിടന്നെയാണ്. രാവിലെ വയ്യാണ്ട് നമ്മളങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ട നമ്മൾ തന്നെ ചെയ്യണമല്ലേ. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ പഴയ ഞങ്ങൾക്ക് ബജ്ജിക്കട ഉണ്ടായിരുന്ന സമയത്തുള്ള പെട്ടി കേട്ടോ. അപ്പോൾ അതാണ് ഇത് നമ്മുടെ ഷെഡിനകത്തിരുന്നത്. അപ്പം അന്ന് അടിച്ച കൂടെ ഒരു 10 കൊല്ലത്തിന് മേളിലായി. അതുകൊണ്ടാണ് ഇത്തിരി തുരുമ്പും കാര്യങ്ങളും. ഞാനന്നേരം പോരാത്ത സ്ഥലത്തൊക്കെ കമ്പി വെൽഡ് ചെയ്ത് കയറ്റിയിരിക്കുകയാണ്. പിന്നെ വേറെ കമ്പി എടുത്തിട്ടുണ്ട്. 3 എണ്ണം വേറെ ഇവിടെ കിടപ്പുണ്ട്. 2 കമ്പി ബാക്ക് സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പം ഇതുപോലെ ഇത്ര ഹൈറ്റിൽ ഇതിപ്പോൾ ഏകദേശം ഒരു 4 അടി ഹൈറ്റ് ഉണ്ട് ഈ കൂടിന്. ഈ 4 അടി ഹൈറ്റ് തന്നെ ഇതിൻ്റെ മേളോട്ട് വരുമ്പോൾ ഇത്രയും ഹൈറ്റ് വരും. അപ്പോൾ നമുക്ക് അത്രയും കോഴീനെ ഇടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിവിടെ ഷെഡ് അടിക്കുന്നില്ല. ഷെഡ് അടിക്കാതെ കൂടിനകത്താണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. പിന്നെ കാരണം ഒരു ബുദ്ധിമുട്ട് പുറത്തായിട്ട് ഉണ്ടാകാൻ പാടില്ല. ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ കുറേശ്ശെ കോഴികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതും താമസിയാതെ കുറച്ച് ദിവസത്തിനുള്ളിൽ വരും. അപ്പം അത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത കൂട് റെഡി ആക്കിയിരിക്കണം. ഇപ്പം കുറച്ചെടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് ലെവലിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വരുമ്പോഴത്തേക്കും അതിനെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, കഷ്ടപ്പെടാൻ പോകാനായിട്ടുള്ള സാഹചര്യം ഇല്ലാതിരുന്നത് കൊണ്ടാണ് കഷ്ടപ്പെടാതിരുന്നത്. കഷ്ടപ്പെടാനുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുകയും ചെയ്യും. എനിക്കെല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഷെഡാണെങ്കിൽ നമ്മൾ സ്വയം വെൽഡ് ചെയ്ത്, അന്ന് പ്രിൻസും നമ്മുടെ സോമനച്ചനും കൂടിയായിരുന്നു ഹെൽപ്പായിട്ട് നിന്നിരുന്നത്. എല്ലാ കാര്യം നിങ്ങൾക്ക് നമ്മുടെ ലോങ് വീഡിയോയിൽ കിടപ്പുണ്ട്. അവരാണ് മണ്ണ് വെട്ടാനാണെങ്കിലും കുഴിയെടുത്ത് തരാനാണെങ്കിലും കമ്പി പിടിച്ചു തന്നതും എല്ലാത്തിനും അവരാ കൂടെ നിന്നത്. വെൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ നിന്നുള്ളൂ. ബാക്കിയുള്ള സകല കാര്യങ്ങളും ചെയ്തത് പ്രിൻസും സോമനച്ചനും കൂടെയായിരുന്നു. അപ്പോൾ എൻ്റെ ഹെൽത്തിൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യും. പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പണി കഴിഞ്ഞിട്ട് മൊത്തം കാണിക്കത്തുണ്ടെന്ന്. ഇതിപ്പോൾ എനിക്കും അമ്മയ്ക്കും പൊക്കിക്കൊണ്ടാൻ പറ്റത്തില്ല. ഇവിടെ ഹൈറ്റൊക്കെ ഇതല്ലേ, അതുകൊണ്ട് വിചാരിച്ചാണ് ഇതുപോലത്തെ ഒരെണ്ണം കൂടി അടിച്ചിട്ട് നിർത്താം എന്നുള്ള രീതിയിൽ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് 3 തട്ടിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ബാക്കിലിട്ട് അടിക്കുമായിരുന്നുണ്ടെങ്കിൽ നമ്മളിത് 3 തട്ടിനെ ആക്കിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൊരു പാടുള്ളതുകൊണ്ട് 2 തട്ടിൽ നമ്മൾ ഒതുക്കി. എന്തായാലും നോക്കട്ടെ. നിങ്ങളുടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ചിന്നി പാറുന്നുണ്ട്. അടുത്തത് കണ്ട് എടുത്തിട്ടുണ്ട്.
അത്രയും പൊക്കം ഹൈറ്റ് വരും അല്ലേ? ഈ സംഭവം എനിക്ക് പേടിയായി. കഴിഞ്ഞ വർഷം വീടിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് ഗ്ലാസ് വെക്കാതെ ചെയ്തിട്ട് എത്ര ദിവസം കണ്ണിന് വേനയായിട്ട് പിന്നെ പോയി കണ്ണ് തുറക്കാൻ പറ്റാതെ കിടന്നിട്ട് പോയി മരുന്നൊക്കെ മേടിച്ചൊഴിച്ച് അതിൻ്റെ അകത്തൂടെ പുക പോകുന്നു. നമ്മൾ മറ്റേ അടുക്കളയിലൊക്കെ അടുപ്പ് കത്തിക്കും മറ്റേ തീയ എനിക്ക് ജോലിയൊന്നും ചെയ്യണ്ടേ. വേണി ഷീറ്റ് ഇടുമ്പോഴേ അപ്പോഴതാ ഈ സംഭവം ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു വെച്ചാൽ കണ്ട രണ്ടാം നില. അത് കോഴികൾക്കുള്ള രണ്ടാം നില. ഇത് കരിയോല മണ്ണെണ്ണയൊക്കെ തേക്കണം കേട്ടോ മോനെ. അപ്പം അതാ അവസാനമായിട്ടില്ല, ഏകദേശം താണ്ട് ഇത്ര ആക്കിയിട്ടുണ്ട്. അതിൻ്റേത് ഇതാ കണ്ടോ, അതിനെ ആ ഒരു എന്തേന്ന് പറഞ്ഞ ഇങ്ങനെ തിരിച്ചിട്ടൊക്കെ ഉണ്ട്. അത് തന്നെ കള്ളികളാക്കി. ബാക്കി ഇവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നശിപ്പിച്ച് ഇനി ഇതൊക്കെ എന്തൊക്കെയോ കാണിക്കണം എന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ചെതറിയിട്ടിട്ടുണ്ട്. ബ്രൂട്ടൻ തണ്ട ഇച്ചാനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഹായ് പറ. രണ്ട ഇവിടെ ചെയ്യുക. നല്ല ഹൈറ്റ് ഉണ്ടല്ലേ. ഇരിക്കുന്നില്ല. കണ്ട ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാം. ഇതാ കണ്ട ഇവിടെ എല്ലാം സ്ക്രൂ വെച്ച് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും അല്ലേ ചേ? ഇതിന് മേളിൽ വേറെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇത് ഏറ്റവും താഴത്തില്ലേ, അപ്പോൾ പട്ടിയും പൂച്ചയൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് 2-3 ലെയറായിട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ ചേരശല്യമൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കയറാതൊക്കെ അല്ലേ ചാ? ചേരശല്യമൊക്കെ ഉള്ളതുകൊണ്ട് വളഞ്ഞു പോകും. കടിച്ച് നമ്മുടെ ബാത്റൂമിനകത്ത് കണ്ടു. പിന്നെ നമ്മുടെ റൂമിൻ്റെ ഇതിൻ്റെ മേളിൽ വേറെ ഷീറ്റ് വരുന്നോ, ആ ഷീറ്റും കൂടെ ഇതിൻ്റെ മേളിൽ ഇതാണ്ട് ഈ ഒരു ഷീറ്റ്. അപ്പോൾ ഈ പീസ് കൊടുത്ത എല്ലാം കവറാവും. അപ്പോൾ ഡബിൾ സ്ട്രോങ് ആവും താഴത്തെ ഭാഗം. ഇനി അടുത്തത് എവിടെ വരും? അടുത്തത് ഇവിടെ. പിന്നെ ചോറ് അവിടെ എല്ലാം കളഞ്ഞ്